മണ്ണാർക്കാടിന്റെ ചരിത്രത്തിൽ അപൂർവ രജിസ്ട്രേഷൻ. ഒരു കുടുംബത്തിലെ 75 പേരാണ് ആധാരം രജിസ്ട്രേഷൻ ചെയ്യുവാൻ മണ്ണാർക്കാട് രജിസ്ട്രേഷൻ ഓഫീസിലെത്തിയത്. കുടുംബത്തിന്റെ ഒത്തൊരുമയ്ക്കും മൈമൂനയുടെ നിശ്ചയദാർഢ്യത്തിനും അവസാനം ഫലം കണ്ടു. പാരമ്പര്യ സ്വത്തിന്റെ ആധാരം രജിസ്റ്റർ ചെയ്യുവാനായി സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒത്തുകൂടിയത് ഒരു കുടുംബത്തിലെ 75 പേർ. 30 വർഷം മുൻപ് മരിച്ച ഉമ്മയുടെ സ്വത്തിന്റെ ആധാരം രജിസ്റ്റർ ചെയ്യുവാനായിരുന്നു ഈ അപൂർവ സംഗമം. മണ്ണാർക്കാട് തത്തേങ്ങലം ആയിഷുമ്മയുടെ അനന്തര സ്വത്താണ് 30 വർഷങ്ങൾക്ക് ശേഷം ശരീഅത്ത് നിയമപ്രകാരം ഭാഗം വച്ചത്. ഇവരുടെ 1 ഏക്കറോളം വരുന്ന ഭൂമി ഭാഗം വയ്ക്കുവാനാണ് ഒരു കുടുംബത്തിലെ 75ഓളം പേർക്ക് ഒപ്പിടേണ്ടി വന്നത്. ഇവരുടെ 9 മക്കളിൽ നബീസ എന്ന മകൾ മാത്രമാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. 8 മക്കളും പേരക്കുട്ടികളിൽ പലരും മരിച്ചതോടെയാണ് അവകാശികളുടെ എണ്ണം കൂടി. പക്ഷേ ഇത്ര പേരെ കൂട്ടി രജിസ്ട്രേഷൻ ഓഫീസിലെത്തുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മുൻപ് പലതവണ രജിസ്ട്രേഷൻ നടന്നില്ല. ആയിഷമ്മയുടെ മൂത്ത മകളുടെ മകൾ മൈമൂന ടീച്ചറാണ് ഇതിനായി മുന്നിട്ട് നിന്ന് ഈ ദൌത്യം പൂർത്തിയാക്കിയത്. 23ഓളം റിലേഷൻ സർട്ടിഫിക്കറ്റുകൾ, 15ഓളം പവർ ഓഫ് അറ്റോർണികൾ എല്ലാം ഉണ്ടാക്കിയാണ് മൈമൂനയുടെ മേൽനോട്ടത്തിൽ ഈ കുടുംബം ലക്ഷ്യത്തിലെത്തിയത്. മണ്ണാർക്കാട് വില്ലേജ് ഓഫീസിലെ അന്നത്തെ വില്ലേജ് ഓഫീസറായിരുന്ന കെ രാജേഷാണ് ഇതിനുള്ള നിയമവഴികൾ ഒരുക്കിയതെന്നും ആധാരം എഴുത്തുകാരൻ കേശവൻകുട്ടിയെന്ന ബാബു പേപ്പർ ജോലികൾ ശരിയാക്കി. സ്ഥലം അളന്നതും സർവേ നമ്പർ ശരിയാക്കിയതും മുൻ വില്ലേജ് ഓഫീസർമാരിൽ ഒരാളായ അരവിന്ദാക്ഷൻ സാറിന്റെ കഠിന പ്രയത്നമാണെന്നും ഇത്തരത്തിൽ തങ്ങളുടെ കൂടെ നിന്നവരെക്കുറിച്ചും ഈ കുടുംബം പറഞ്ഞു. ഇവരുടെ എല്ലാം പരിശ്രമത്തിന്റെ ഫലമായി 6 മാസത്തെ കഷ്ടപ്പാടിനും നിയമക്കുരുക്കുകൾക്കും ശേഷം 3 പതിറ്റാണ്ടോളം മുടങ്ങിക്കിടന്ന രജിസ്ട്രേഷനാണ് കുടുംബം ഇന്നേ ദിവസം പൂർത്തിയാക്കിയത്.